ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് പറഞ്ഞ്, പ്രത്യേകിച്ച് കേരള കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞത് വളരും തോറും പിളരും തോറും വളരും. അങ്ങനെ വളരുകയും പിളരുകയും ചെയ്യുന്ന കേരള കോൺഗ്രസ് പറയുമ്പോൾ തന്നെ, അങ്ങനെ ഒരു ആക്ഷേപം അവരെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മറ്റ് പാർട്ടികളും മോശമല്ല. കോൺഗ്രസിൽ നിന്നാണ് CPI ഉണ്ടാകുന്നത്, CPIയിൽ നിന്നാണ് CPM ഉണ്ടാകുന്നത്, CPMൽ നിന്നാണ് CMP ഉണ്ടാകുന്നത്, CPMൽ നിന്നാണ് RMP ഉണ്ടാകുന്നത്. എല്ലാം ഇങ്ങനെ തന്നെയല്ലേ ഉണ്ടായത്. RSP തന്നെ എത്ര ഫ്രാക്ഷൻ ഉണ്ടായി. അപ്പോൾ ഓരോരുത്തരും കഷണങ്ങളായി പാർട്ടി ഉണ്ടാകുന്നു. ഇതിനേക്കാളൊക്കെ കൗതുകകരം, CPMനകത്ത് എല്ലാ കാലത്തും ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് പ്രധാനമായി പാർലമെന്ററി രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഗ്രൂപ്പും ആശയ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ ഗ്രൂപ്പ്, ഇങ്ങനെ 2 ഗ്രൂപ്പ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ആശയ രംഗത്ത് തൊഴിലാളി വർഗ സർവാധിപത്യമാണ് നടപ്പിലാക്കേണ്ടതെന്നും പ്രത്യയശാസ്ത്രമാണ് മുറുകെ പിടിക്കേണ്ടതെന്ന് പറയുന്ന ഒരു വലിയ വിഭാഗം പാർട്ടിക്കകത്തുണ്ടായിരുന്നു, CPMനകത്തുണ്ടായിരുന്നു. അല്ല, പ്രത്യയശാസ്ത്രത്തിൽ വിട്ടുവീഴ്ച ചെയ്താലും കുഴപ്പമില്ല, നമ്മൾക്ക് പാർലമെന്ററി പ്രവർത്തനങ്ങളാണ് ശക്തമെന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ഇങ്ങനെ 2 വിഭാഗം ഉണ്ടായിരുന്നു. ആദ്യം ഈ ഗ്രൂപ്പുകൾ വന്ന സ്ഥിതിക്ക് പിണറായി ഗ്രൂപ്പ്, നയനാർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അച്യുതാനന്ദൻ, പഴയ കഥയാ, അച്യുതാനന്ദൻ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിണറായി ഗ്രൂപ്പായി, അച്യുതാനന്ദൻ ഗ്രൂപ്പായി. അതും കൂടെ കഴിഞ്ഞ് പിണറായിയുടെ ഒരു സംഹാര താണ്ഡവമാണ് പിന്നെ കേരളത്തിൽ കണ്ടത്. അതിൽ കണ്ടെന്ന് പറഞ്ഞാൽ വളരെ വലിയ രൂപത്തിൽ കോർപ്പറേറ്റുകളുടെയും വളരെ വലിയ രൂപത്തിൽ പാർട്ടി പിടിക്കുകയായിരുന്നു ചെയ്തത്. അദ്ദേഹം പാർട്ടിയിൽ 17 വർഷക്കാലം സെക്രട്ടറി ആയിരുന്നുകൊണ്ട് VS അച്യുതാനന്ദനെ വെട്ടി നിരത്തി റെഡിയാക്കി. പിന്നെ പ്രായവുമായി VSന് അങ്ങനെ വന്നപ്പോൾ മാത്രമല്ല, VSന്റെ ഏറ്റവും വലിയ പ്രശ്നം, VSന്റെ കൂടെയുള്ള പ്രത്യയശാസ്ത്രപരമായി എന്ന് പറയുന്ന ആശയപരമായി കൂടെ നിൽക്കുന്നവരെ അങ്ങനെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച് VS പോകുന്നില്ല. VSന്റെ ഗ്രൂപ്പുണ്ട്, പക്ഷേ VS അതിനൊരു ലീഡർഷിപ്പ് എടുത്ത് കൊണ്ടുപോയില്ല. അതുകൊണ്ടാണ് പെരപ്പങ്കോട് മുരളിയെ പോലുള്ള ഒരുപാട് നേതാക്കൾ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എടുത്താൽ ഒരുപാട് നേതാക്കൾ എന്ത് സംഭവിച്ചു, VSന്റെ കൂടെ നിന്നു, VSന്റെ ആശ്രിതരായി നിന്നു, ആശയ തലത്തിൽ നിന്നു. അവർക്ക് പിന്നെ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകേണ്ടി വന്നു, അല്ലെങ്കിൽ അവർ സ്ഥാനമാനങ്ങളിൽ നിന്ന് പോകേണ്ടി വന്നു. അതേസമയം NN കൃഷ്ണദാസിനെ പോലെയുള്ള, ശിവദാസൻ മേനോനെ പോലെയുള്ള പഴയ ആളുകളൊക്കെ അവരെല്ലാം ആദ്യം VSന്റെ കൂടെ നിൽക്കുന്നു, പിന്നെ മാറി. തോമസ് ഐസക്, G സുധാകരൻ, ഇവരെല്ലാം അങ്ങനെ ആയിരുന്നു. VSന്റെ കൂടെ നിന്നു, പിന്നെ VSനെ വിട്ടിട്ട് ഇവരെല്ലാം പിണറായിയുടെ പക്ഷത്തേക്ക് പോയി. അങ്ങനെ പിണറായി ഒരു ഏകഛത്രാധിപതിയായി വന്നു. ഇപ്പോഴിതാ പിണറായി തോറ്റ് തുന്നം പാടിയപ്പോൾ ഇപ്പോൾ പാർട്ടിക്കകത്തുണ്ടാകുന്ന ഒരു നല്ല രസകരമായ കാര്യം, അടുത്ത ഫ്രാക്ഷൻ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ നേരത്തെ ഈ ഫ്രാക്ഷനൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് DYFIയുടെയും SFIയുടെയും ബഹളങ്ങളിൽ നിന്നാണ് പലപ്പോഴും ഫ്രാക്ഷനുകൾ ഉണ്ടായി വരുന്നത്. അല്ലെങ്കിൽ കർഷക തൊഴിലാളികളായിരിക്കും, അല്ലെങ്കിൽ CITU ആയിരിക്കും. ഇതിനിടയിൽ പാർട്ടിയിൽ മറ്റു ചില ഗ്രൂപ്പുകളും ഉണ്ടായിരുന്നു. ബാലാനന്ദനൊക്കെ ജീവിച്ചിരുന്നപ്പോൾ, KN രവീന്ദ്രനാഥിനെ പോലെയുള്ള ആളുകൾ, ബാലാനന്ദനുള്ളപ്പോൾ ഒരു CITU ഫാക്ടർ, അത് തൊഴിലാളി വർഗത്തിന്റെ ഒരു ഫാക്ടറുമുണ്ട്, ഒരു പെറ്റി ബൂർഷ്വ ഫാക്ടറുമുണ്ട്. അങ്ങനെയും ഉണ്ടായിരുന്നു. പാർട്ടിക്കകത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. കംപ്ലീറ്റ് കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും മുതലാളിത്തത്തെ സഹായിക്കുന്നതിനും കൂടി ചെയ്യുന്നതാണ് ശരി പാർലമെന്ററി പരിപാടിയിൽ എന്ന് പറയുന്ന ഒരു പെറ്റി ബൂർഷ്വ വിഭാഗവും CPMൽ വളർന്നു വരുന്നത്. എന്നാൽ അങ്ങനെയല്ല, സമ്പൂർണമായി തൊഴിലാളി വർഗത്തിനപ്പുറം അനങ്ങാൻ പറ്റത്തില്ല, അവർ തൊഴിലാളി വർഗത്തിന് പരിക്കുണ്ടാകുന്ന ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു CITU അടക്കമുള്ള ഒരു തൊഴിലാളി വർഗത്തിന്റെ അപ്രധാനം. ഇങ്ങനെയുള്ള സംഘർഷങ്ങൾ, ആത്മസംഘർഷങ്ങൾ എല്ലാ കാലത്തും CPMനെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ബാധിച്ചിരിക്കുന്ന രോഗം വളരെ കൃത്യമായ ഒരു രോഗം വന്നിട്ടുണ്ട്. അത് പിണറായി വിജയനെതിരെയുള്ള ഒരു സംഘർഷമാണ്. ഗോവിന്ദൻ മാഷ്, പിണറായി വിജയൻ എന്നുള്ളവരുടെ ഒരു ടീം, അതിൽ MP ജയരാജൻ, അങ്ങനെ കണ്ണൂരുള്ള വേറെ ആരുമില്ല, കണ്ണൂർ ഇപ്പോൾ വലിയ നേതാക്കളൊന്നുമില്ലല്ലോ അവർ. അതേസമയം ഇപ്പുറത്ത് MA ബേബിയുടെ നേതൃത്വത്തിൽ തോമസ് ഐസക്, MA ബേബി, ബാലഗോപാൽ, പിന്നെ രാജീവ് സംഘമൊക്കെ, അവരുടെ സംഘം, രാജീവ് 2ഇടത്ത് നിൽക്കുന്നു എന്നാണ് കേൾക്കുന്നത്, പക്ഷേ ഒരു വലിയ സംഘം ഇപ്പുറത്ത് ഉറപ്പിക്കുന്നു. ആ സംഘത്തിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ദിനേശൻ പുത്തലത്ത്, ദേശാഭിമാനിയിലുള്ള ദിനേശൻ പുത്തലത്ത് ചില ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതും, ദേശാഭിമാനിയിൽ വിഴിഞ്ഞം പദ്ധതിക്ക് അനുകൂലമായി എഴുതിയതും, പിന്നെ അത് തിരുത്തേണ്ടി വന്നതും, അങ്ങനെ പിണറായിയുടെ കണ്ണിലെ കരടായിട്ടൊക്കെ ദിനേശൻ പുത്തലത്ത് നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ കൃത്യമായ ഗ്രൂപ്പ് വരുന്നു. പാർട്ടി പിളരാനുള്ള സാധ്യതയുണ്ടോ? പെട്ടെന്ന് കയറി പിളർന്നില്ലെങ്കിലും 2 ഫ്രാക്ഷൻ ആവുന്നുണ്ട്. പിണറായി വിരുദ്ധ ഫ്രാക്ഷൻ ശക്തമായി വളർന്നു വരുന്നുണ്ട്. പക്ഷേ പിണറായിയുടെ പ്രായവും, അത് 10 വർഷം മുഖ്യമന്ത്രി ആയിരുന്നതും 17 വർഷം പാർട്ടി സെക്രട്ടറി ആയിരുന്നതും ഒക്കെ പരിഗണിച്ചുകൊണ്ടും, പോളിറ്റ് ബ്യൂറോയിലെ ഏറ്റവും സീനിയർ മെമ്പർ എന്നുള്ള പരിഗണന വെച്ചുകൊണ്ടും പിണറായിയെ തൽക്കാലം മാറ്റുന്നില്ല എന്നുള്ളൊരു കഥയിൽ ഒഴിച്ചാൽ, പിണറായിയുടെ ശക്തി കേന്ദ്രങ്ങളെ മുഴുവൻ ചിറകരിഞ്ഞു മാറ്റുക, എല്ലാ ശക്തികളെയും ഇല്ലാതാക്കുക. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് CM രവീന്ദ്രനെയും അതുപോലെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായ മറ്റൊരാളിനെയും പ്രതിപക്ഷ നേതാവിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ കൊടുത്തില്ല. പാർട്ടിയാണ് അതിനകത്ത് തീരുമാനമെടുത്തത്, വളരെ ശക്തമായ തീരുമാനമെടുത്തത്. പിണറായി വിചാരിച്ചിട്ടും അത് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ അങ്ങനെയുള്ള
പുതിയ തീരുമാനങ്ങൾ വരുന്നു. അതോടുകൂടി CPM-നകത്ത് 2 ഫ്രാക്ഷൻ ഉണ്ടാകുമോ എന്നൊരു ചോദ്യമുണ്ട്. അവിടെ CPI ഇതെല്ലാം കാത്തുകൊണ്ടിരിക്കുകയാണ്. CPIയും ഇത് വേറൊരു രൂപത്തിൽ CPM-നകത്തുള്ള ഏതെങ്കിലും ഫ്രാക്ഷനെ കിട്ടിയാൽ CPIയും കൂടി ചേരുമോ? അങ്ങനെ പിണറായി വിജയനെ ഒഴിവാക്കിയാൽ ഒരു പക്ഷേ RMP CPM-ആയിട്ട് അടുക്കുമോ, അതുപോലെ RSP അടുക്കുമോ, CMP അടുക്കുമോ? കാരണം ഇത് പല കഷ്ണങ്ങളായി നിൽക്കുകയല്ലേ. അപ്പോൾ പാർട്ടി ഇപ്പം CMP RMP ഒക്കെ ഇപ്പോൾ ഭരണത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഉടനെ 5 വർഷം കൊണ്ട് അവർ പാർട്ടിയിൽ നിന്ന് മാറാൻ സാധ്യതയില്ല. RSP ഭരണത്തിന്റെ ഭാഗമാണ്. RSP CMP RMP എല്ലാം ഭരണകക്ഷിയാണ് ഇപ്പോൾ. അതുകൊണ്ട് ഉടനെ തന്നെ ഇപ്പോൾ CP ജോൺ മന്ത്രിസ്ഥാനം വിട്ടിട്ടോ ഷിബു ബേബി മന്ത്രിസ്ഥാനം വിട്ടിട്ടോ ഉടനെ തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് ഐക്യമൊന്നും പറയാനൊന്നും ഒരു സാധ്യതയില്ല. പക്ഷേ CPM-നകത്ത് വളരെ കൃത്യമായ ഒരു പോളറൈസേഷൻ നടക്കുന്നു. അത് തെക്ക് വടക്ക് പോളറൈസേഷൻ എന്ന് പറയാം, MA ബേബി പിണറായി വിജയൻ പോളറൈസേഷൻ എന്ന് പറയാം, ന്യൂനപക്ഷ ഭൂരിപക്ഷ പോളറൈസേഷൻ എന്ന് പറയാം. പല തരത്തിലുള്ള പോളറൈസേഷൻ നടക്കുകയാണ്. ഇതിനിടയിൽ തോമസ് ഐസക്കിനെ പോലെയുള്ളവർ പല നേതാക്കളും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ്, എങ്ങോട്ടാണ് ഇത് സംഭവം, ഇതിന്റെ ട്രെൻഡ് എന്ന് നോക്കി നിൽക്കുകയാണ്. അതനുസരിച്ചുള്ള കുറച്ച് ആളുകളുമുണ്ട്. കാര്യം അതേ എന്നും ട്രെൻഡ് നോക്കി നിന്നിട്ടുണ്ട്, പലപ്പോഴും ട്രെൻഡ് നോക്കി നിന്നിട്ടുണ്ട്. 4 ലോക സിദ്ധാന്തത്തിന്റെ കൊണ്ടുവന്ന് ഡോക്ടർ എം പി പരമേശ്വരന്റെ കൂടെ അതെല്ലാം കൊണ്ടുവന്ന് പിന്നെ അദ്ദേഹം അതിൽ നിന്ന് ചാടിക്കളഞ്ഞ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹം അതുകൊണ്ട് കൃത്യമായി പാർട്ടി എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നിൽക്കുന്നത്. അത് സ്ഥാനമല്ല ഞാൻ ഈ പറയുന്നത്. അദ്ദേഹം ഒരു അവസരവാദിയാണെന്നോ സ്ഥാനമോഹിയാണെന്നോ അങ്ങനെയല്ല പറഞ്ഞത്. പാർട്ടിയാണ് പ്രധാനം എന്നുള്ള നിലയിൽ നിലപാടുകൾ എടുത്തു പോകുന്ന നേതാക്കളാണ് അവരൊക്കെ. അങ്ങനെ പാർട്ടിയാണ് പ്രധാനമെന്ന് പറഞ്ഞ് നിലപാടുകൾ എടുത്ത് വിട്ടുവീഴ്ചകൾ ചെയ്യുന്നവരുണ്ട്. പാർട്ടി തന്നെയാണെങ്കിലും പാർട്ടിക്കകത്ത് കൃത്യമായ ശുദ്ധീകരണം നടക്കണം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായി നിൽക്കുന്ന ടീമുകളുമുണ്ട്. എന്തായാലും CPM-നകത്ത് വളരെ ശക്തമായ അടിയൊഴുക്ക് നടക്കുകയാണ്. പക്ഷെ ഈ അടിയൊഴുക്കിൽ DYFIയും SFIയും ഒന്നുമില്ല, കർഷക തൊഴിലാളികളും CITയും ഒന്നും ഇല്ല എന്നുള്ളതാണ്. പാർട്ടിയുടെ പ്രമുഖ നേതാക്കൾ തന്നെയാണ് ഈ അടിയൊഴുക്കിൽ പ്രധാനി. അതിൽ MA ബേബിയാണ് ഇതിന്റെ ചുക്കാൻ പിടിക്കുന്ന ഒരു വശത്ത്, മറുവശത്ത് പിണറായി വിജയനാണ്. അപ്പോൾ ഇത് 2 കൂട്ടരുമാണ്. പക്ഷെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പ്രായവും അദ്ദേഹത്തിന്റെ ആരോഗ്യവും ഒക്കെ വലിയ പ്രശ്നമാണ്. അധികാരമില്ലാത്ത പിണറായി വിജയനോടൊപ്പം എത്ര പേർ ഉണ്ടാകുമെന്ന് നമുക്കറിയില്ല. എന്തായാലും കാലം പലതും കാത്തുവയ്ക്കും. കാലത്തിന് ഒരുപാട് കാവ്യനീതിയുണ്ട്. ഒരു സംവിധാനത്തെയും അങ്ങനെ വല്ലാതെ വളർന്ന് മാനം മുട്ട പോകാൻ സമ്മതിക്കില്ല. പാപികളെ പന പോലെ വളർത്തും, അവസാനം മൂട് വച്ച് ഇല്ലാതാക്കും എന്നുള്ളതാണ് പ്രകൃതിയുടെ നിയമം.